ലിസ്റ്റ് തീർന്നിടം വരെയും മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് വേറെ ഹോപ്പില്ല. ഒരു 19-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് ഞങ്ങളുടെ മുന്നിൽ എന്താണെന്ന് പോലും അറിയത്തില്ല. 570 അതിനകത്തെങ്കിലും എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് കുറച്ച് കുട്ടികൾക്ക് കയറിക്കൂടെ? ഞങ്ങളുടെ ജീവിതമല്ലേ, ഞങ്ങളുടെ പ്രതീക്ഷയല്ലേ, സ്വപ്നമല്ലേ, അതിനുവേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരത്തിയിട്ട ഉപ്പുകല്ലിൽ പോലീസിന്റെ കാക്കി യൂണിഫോം സ്വപ്നം കണ്ട ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് വീണു. സർക്കാർ ഞങ്ങളെ മുട്ടുകുത്തിക്കുകയാണെന്ന് സമരക്കാർ. ആരും ഒന്നും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. എങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും വീണു, ഇരുന്നത് എല്ലാവരും വീണു. ഇനി ഞങ്ങൾക്ക് പുതിയ കുട്ടികൾ എന്തായാലും വരും, പക്ഷെ എല്ലാവരും വീണു. അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. 5 ദിവസമായി നിരാഹാരമിരുന്ന ബിനുസ്മിതയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഏപ്രിൽ 19-ാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനിരിക്കെയാണ് ഉദ്യോഗാർത്ഥികൾ സമരം കടുപ്പിക്കുന്നത്. സമരം തുടങ്ങി 5 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഈ ഉദ്യോഗാർത്ഥികൾ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. മധുരയിൽ നിന്ന് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയാലെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. നമുക്ക് ഡയറക്റ്റ് CM-നെ കാണണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മൾ അതിന് താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ഡെയിലി കയറി ഇറങ്ങി കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തരാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. 967 പേർ ഉൾപ്പെടുന്ന വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ 259 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 815 പേർക്ക് നിയമനം ലഭിച്ച സ്ഥാനത്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.